ജൂൺ 1 ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞാൽ എക്സിറ്റ് പോളുകളുടെ കുത്തൊഴുക്കാകും വരാൻ പോകുന്നത്. ആര് ജയിക്കുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞില്ലെങ്കിലും ഫലസൂചനകളൊന്നും തന്നെ നമുക്ക് ലഭ്യമായില്ലെങ്കിലും ചാനലുകൾ സൂചനകൾ നൽകി തുടങ്ങും. ചിലർക്കത് ലക്കിയാണ്, ചിലർക്കതൊരു ചടങ്ങാണ്. എന്നാൽ വേറെ ചിലർക്ക് അവർ പറയുന്നത് ഗ്രൗണ്ട് റിയാലിറ്റിയുമാണ്. എക്സിറ്റ് പോളുകൾ എല്ലായ്പ്പോഴും നമ്മുടെയൊക്കെ ഹൃദയവികാരത്തെ അങ്ങനെ തന്നെ നിലനിർത്തും. അതേസമയം സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. യഥാർത്ഥത്തിൽ എന്താണ് എക്സിറ്റ് പോൾ? എങ്ങനെയാണവർ ആരൊക്കെ ജയിക്കുമെന്നും ഏതൊക്കെ മുന്നണികൾക്ക് സാധ്യതകൾ ഉണ്ട് എന്നുമൊക്കെ കണ്ടെത്തുന്നത്? നമുക്കും സംശയമുണ്ടാകും. ഒറ്റവാക്കിൽ പറഞ്ഞാൽ പോളിംഗ് സ്റ്റേഷൻ്റെ പുറത്തെ സാമ്പിളുകൾ ശേഖരിച്ച് തയ്യാറാക്കുന്ന ഒന്നാണ് എക്സിറ്റ് പോൾ എന്ന് പറയാം. എന്ന് വെച്ചാൽ നിശ്ചിത കാറ്റഗറിയിലുള്ള വ്യക്തികളെയും സംവിധാനങ്ങളെയും ഉപയോഗിച്ച് മാധ്യമങ്ങളോ സ്വകാര്യ സ്ഥാപനങ്ങളോ ഒക്കെ നടത്തുന്ന അന്വേഷണത്തിൻ്റെ ഉത്തരങ്ങളാണ് എക്സിറ്റ് പോളുകൾ. ഈ അന്വേഷണം മുൻപൊക്കെ വിദഗ്ധർ ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങിയും ദീർഘയാത്രകൾ ചെയ്തും ആളുകളുമായി സഹവസിച്ചുമൊക്കെയായിരുന്നു തയ്യാറാക്കിയിരുന്നത്. ഇന്നിപ്പോൾ ഡിജിറ്റൽ സൗകര്യങ്ങൾ ഏറെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ ഡിജിറ്റൽ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നതിലൂടെ ആ വഴിയും കൂടുതൽ പേർ ആശ്രയിക്കുന്നുണ്ട്. വിവിധ ചോദ്യങ്ങൾ തയ്യാറാക്കിയാണ് ഡാറ്റകൾ ശേഖരിക്കുക. ഏറ്റവും നന്നായി പഠനം നടത്തി ആരാണോ സാമ്പിളുകൾ ശേഖരിക്കുന്നത് അവർക്കാകും ഏകദേശം കൃത്യമായ ഉത്തരങ്ങളൊക്കെ നൽകാൻ സാധിക്കുക. മുൻ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ അടിസ്ഥാനമാക്കി വോട്ട് ഷെയർ കണക്കാക്കുന്ന സിംഗ് മോഡൽ ജാതി, മതം, സാമ്പത്തികം, വർഗം തുടങ്ങിയ വിവിധ ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടതാണ് ഇതിൻ്റെ ശേഖരണം എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പുകൾക്കിടയിലെ രാഷ്ട്രീയ സഖ്യങ്ങളിലെ മാറ്റങ്ങളും പ്രവചനങ്ങളെ സ്വാധീനിക്കാറുണ്ട്. കൂടാതെ സീറ്റുകൾ കൃത്യമായി പ്രവചിക്കുന്നതിന് സമയവും കൂടുതൽ പഠനവും വിഭവങ്ങളുമൊക്കെ ആവശ്യമാണ്. എക്സിറ്റ് പോളുകളെ നിയന്ത്രിക്കുന്ന നിയന്ത്രണങ്ങൾ 1951 ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ 126A വകുപ്പ് പ്രകാരമാണ്. ന്യായമായ പെരുമാറ്റം ഉറപ്പാക്കാൻ എക്സിറ്റ് പോളുകൾ നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ തെറ്റായ വാർത്തകളോ തെറ്റായ വിവരങ്ങളോ ഒക്കെ നൽകുന്നതിൽ ഈ നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. അതല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരിക്കലും എക്സിറ്റ് പോളുകൾ പുറത്തുവിടാൻ പാടില്ല എന്നുണ്ട്. എന്ന് വെച്ചാൽ വോട്ടെടുപ്പ് രേഖപ്പെടുത്തി അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള എക്സിറ്റ് പോളുകൾ പുറത്തുവിടാൻ പാടുള്ളൂ എന്നൊരു നിയമം നമ്മുടെ രാജ്യത്തുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും പോളിംഗ് ആരംഭിച്ച് അവസാനഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചതിന് ശേഷം അരമണിക്കൂറിനുള്ളിൽ എക്സിറ്റ് പോളുകൾ നടത്തുന്നതും പ്രചരിപ്പിക്കുന്നതും ഈ വകുപ്പ് കർശനമായിട്ട് വിലക്കുന്നുണ്ട്. എക്സിറ്റ് പോളിൻ്റെ പോരായ്മകളും പ്രശ്നങ്ങളും നിരവധിയാണ്. കാരണം ഈ എക്സിറ്റ് പോളുകൾ പെയ്ഡബിളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ചില അഭിപ്രായ സർവേകളൊക്കെ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നടക്കാറുണ്ട്. എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ അഭിപ്രായ സർവേകളൊക്കെ നടക്കും. ഈ അഭിപ്രായ സർവേകളൊക്കെ പലതും പെയ്ഡാണ്. പ്രത്യേകിച്ച് ദേശീയ തലത്തിലൊക്കെ രാഷ്ട്രീയ പാർട്ടികളെ പിന്തുണക്കുന്ന വാർത്താ ചാനലുകൾ അല്ലെങ്കിൽ അവർ പിന്തുണക്കുന്ന സ്പോൺസർ ചെയ്യുന്ന വാർത്താ ചാനലുകളൊക്കെ ഇത്തരത്തിൽ BJP തരംഗം അല്ലെങ്കിൽ NDA തരംഗം അല്ലെങ്കിൽ കോൺഗ്രസ് തരംഗം എന്നൊക്കെ വീശാറുണ്ട്. ഇത് ഈ എക്സിറ്റ് പോളുകളെ സ്വാധീനിക്കുന്ന ഒരു പ്രശ്നമാണ് എന്ന് വേണമെങ്കിൽ പറയാം. എക്സിറ്റ് പോളുകൾ നടത്തുന്ന ഏജൻസി പക്ഷപാതപരമാണെന്ന് കണ്ടാൽ അത് വിവാദമാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരത്തിൽ വിവാദങ്ങളുമാണ്. ഈ സർവേകളെ ചോദ്യങ്ങളുടെ തെരഞ്ഞെടുപ്പ്, പദപ്രയോഗം, സമയക്രമം, വരച്ച സാമ്പിളിൻ്റെ സ്വഭാവം എന്നിവയാൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ അത് പലർക്കും അനുകൂലമാക്കി ഒക്കെ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ്. പല അഭിപ്രായങ്ങളും എക്സിറ്റ് പോളുകളും അവരുടെ എതിരാളികളാൽ പ്രചോദിക്കപ്പെടുകയും സ്പോൺസർ ചെയ്യുകയും ചെയ്യുന്നു എന്ന് വിമർശകർ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കൂടുതൽ അതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കും. മാത്രമല്ല പൊതുജനവികാരമോ കാഴ്ചപ്പാടോ പ്രതിഫലിപ്പിക്കുന്നതിന് പകരം നീണ്ടു നിൽക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ നടത്തുന്ന തെരഞ്ഞെടുപ്പുകളിൽ വികലമായ സ്വാധീനം ചെലുത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഇന്ത്യയിൽ എങ്ങനെയാണ് എക്സിറ്റ് പോൾ നിയന്ത്രിക്കുക എന്നത് മറ്റൊരു ചോദ്യമാണ്. 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 126A അതിൽ സൂചിപ്പിക്കുന്ന കാലയളവിൽ, അതായത് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള മണിക്കൂറിനും അരമണിക്കൂറിനും ഇടയിൽ എക്സിറ്റ് പോൾ നടത്തുന്നതും അവയുടെ ഫലങ്ങൾ പ്രിന്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ വഴി പ്രചരിപ്പിക്കുന്നതും നിരോധിച്ചിരിക്കുന്നു എന്നതാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും അവസാനഘട്ട വോട്ടെടുപ്പ് അവസാനിക്കാൻ നിശ്ചിത സമയം കഴിഞ്ഞ് മണിക്കൂറുകൾ എക്സിറ്റ് പോൾ
പോളുകളുടെ ഉപയോഗം നിയന്ത്രിക്കേണ്ട ചില ചുമതല തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾക്കുണ്ട് എന്നുള്ളതാണ്. എക്സിറ്റ് പോളുകൾ ഒരു നിശ്ചിത കാലയളവിൽ മാത്രമേ നടത്താൻ കഴിയൂ എന്ന് ECI എന്ന സിസ്റ്റം ഉണ്ട്. അതാണ് ഈ എക്സിറ്റ് പോളുകൾ നിയന്ത്രിക്കുന്ന ചട്ടങ്ങളും മറ്റുമൊക്കെ പറയുന്നത്. പോളിംഗ് ബൂത്തുകൾ അടക്കുന്ന സമയം മുതൽ ഈ കാലയളവ് ആരംഭിക്കുകയും അവസാന ബൂത്ത് അടച്ച് 30 മിനിറ്റിന് ശേഷം അവസാനിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. വോട്ടെടുപ്പ് സമയത്തോ പോളിംഗ് ദിവസത്തിലോ എക്സിറ്റ് പോളുകൾ ഒരിക്കലും നടത്താൻ കഴിയില്ല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324 പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശങ്ങൾ ഇത് സംബന്ധിച്ച് പുറപ്പെടുവിച്ചിട്ടുമുണ്ട്. തിരഞ്ഞെടുപ്പിന് മുൻപുള്ള സർവേകളുടെയും എക്സിറ്റ് പോളുകളുടെയും ഫലങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് പത്രങ്ങളെയും വാർത്താ ചാനലുകളെയും വിലക്കുന്നുമുണ്ട്. അഭിപ്രായ വോട്ടെടുപ്പ് ഫലങ്ങൾ നൽകുമ്പോൾ പത്രങ്ങളും ചാനലുകളും വോട്ടർമാരുടെ സാമ്പിൾ വലിപ്പം, അതുപോലെ തന്നെ പോളിംഗ് രീതിയുടെ വിശദാംശങ്ങൾ, പിശകിൻ്റെ മാർജിൻ, പോളിംഗ് ഏജൻസിയുടെ പശ്ചാത്തലം എന്നിവ വെളിപ്പെടുത്തണമെന്നും ഉള്ള നിർബന്ധവുമുണ്ട്. അവസാനഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതുവരെ എക്സിറ്റ് പോളുകൾ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള വിലക്ക് നിലനിൽക്കും എന്നുള്ളതാണ്. എക്സിറ്റ് പോളുകൾ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള വിലക്കിന് പുറമെ എക്സിറ്റ് പോൾ നടത്തുന്ന എല്ലാ മാധ്യമങ്ങളും കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യണമെന്നും ECIയുടെ ഒരു നിർബന്ധം ഈ എക്സിറ്റ് പോളുകൾക്ക് പിറകിലുണ്ട് എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഇനി നമ്മൾ കാത്തിരിക്കുന്നത് നാളെ ഒരു പക്ഷേ 5 മണിയോ 6 മണിയോ കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ്, അഥവാ ജൂൺ 1-ാം തീയതി തിരഞ്ഞെടുപ്പ് ഘട്ടം 7 ഘട്ടവും അവസാനിച്ച് പിന്നെ വരുന്ന ബാക്കി 4-ാം ദിവസം, അല്ലെങ്കിൽ ബാക്കി വരുന്ന 4 ദിവസം 4-ാം തീയതിയേക്ക്, 1-ാം തീയതി കഴിഞ്ഞാൽ ഇനി 4-ാം ദിവസം, ആ 4-ാം ദിവസത്തേക്ക് ആളുകൾ കാത്തിരിക്കുമ്പോൾ നാളെ രാത്രിയോടുകൂടി തന്നെ 1-ാം തീയതി രാത്രിയോടുകൂടി തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉണ്ടാകും. അതിൽ പല മാധ്യമങ്ങളും പലതരത്തിലുള്ള വാർത്തകളും പലതരത്തിലുള്ള ഫലങ്ങളുമൊക്കെ കൊടുക്കും. പക്ഷേ ക്രെഡിബിലിറ്റിയുള്ള മാധ്യമങ്ങളും ഉണ്ട്, ചിലതെങ്കിലും ശരിയായി നിർവചിക്കാൻ കഴിയുന്ന മാധ്യമങ്ങളും ഉണ്ട്. പലപ്പോഴും നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കേരളത്തിലാണെങ്കിൽ പല സ്ഥാനാർത്ഥികളും ജയിക്കും എന്ന് പ്രവചിച്ച പല മാധ്യമങ്ങളും ഇപ്പോഴും ട്രോളുകൾ കൊണ്ട് വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ പഠനങ്ങളും കൃത്യമായ വിവരങ്ങളും ശേഖരിക്കുവാൻ ഈ ഇലക്ട്രോണിക് യുഗത്തിൽ എല്ലാ മാധ്യമങ്ങളും ശ്രദ്ധിക്കും. ആ തരത്തിലുള്ളൊരു എക്സിറ്റ് പോൾ ഫലങ്ങളായിരിക്കും വരിക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതായിരുന്നാലും നമുക്ക് കാത്തിരിക്കാം.